നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനം. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് 63 പേർ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പുത്തൂർ തോണിപ്പാറയിലെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കടവല്ലൂർ പാടത്ത് തോട്ടിലേക്ക് മറിഞ്ഞ കാർ അഗ്നിരക്ഷാസേന പുറത്തെടുത്തു. ക്രെയിനിന്റെ സഹായത്തോടെയാണ് കാർ പുറത്തെടുത്തത്. ഗുരുവായൂർ അഗ്നിരക്ഷാസേനാംഗങ്ങൾ ദുരിതക്കയത്തിൽ. അഗ്നിരക്ഷാസേനാ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ആധുനിക സൌകര്യങ്ങളോടെ പുതിയ ഓഫീസ് കെട്ടിടം ഒരുക്കിയിട്ടും സാങ്കേതിക കാരണങ്ങളാൽ മാറാനായില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശനം പ്രാബല്യത്തിൽ വന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് വെർച്വൽ ക്യൂ ദർശന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന കവർച്ച. 13.5 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. മോഷ്ടാക്കൾ അകത്ത് കയറിയത് ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത്. എറിയാട് പഞ്ചായത്തിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. നിലം നികത്തിയവർക്കും മാലിന്യം എത്തിച്ചവർക്കുമെതിരെ കേസെടുക്കും. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് ശമനം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കാലവർഷക്കെടുതിയിൽ ഇതുവരെ 117 വീടുകൾ ഭാഗികമായി തകർന്നു. തൃശൂർ മനക്കൊടി, പുള്ള് റോഡ്, അമല, ചൂരക്കാട്ടുകര, കുറ്റൂർ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡുകൾ അടച്ചു. കടൽക്ഷോഭം ശക്തമായതിനെ തുടർന്ന് പൊന്നിയൂർക്കുളം അണ്ടത്തോട് ബീച്ചിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 19 കുടുംബങ്ങളിലെ 45 പേരെ മാറ്റി താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് പുത്തൂർ തോണിപ്പാറയിൽ മണ്ണിടിച്ചിലും മരം കടപുഴകി വീണതിനെ തുടർന്നും പരിസരത്തെ 5 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കാട്ടിൽ വീട്ടിൽ മുകേഷ്, പാറത്തോട്ടിൽ വർഗീസ്, മാക്കോത്ത് അനിൽകുമാർ എന്നിവരടക്കം 6 വീട്ടുകാരെയാണ് മുൻകരുതലിന്റെ ഭാഗമായി മാറ്റി താമസിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുന്നിൻ ചെരുവിൽ നിന്നിരുന്ന 2 വൻമരങ്ങൾ കടപുഴകുകയും മണ്ണിടിച്ചിലും ഉണ്ടായത്. സമീപത്തെ അങ്കണവാടി കെട്ടിടവും അപകട ഭീഷണിയിലാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, MLA കെ രാജൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും ചൂണ്ടൽ കേച്ചേരി തൂവാനൂരിൽ കൂറ്റൻ മരം വൈദ്യുത കമ്പിയിലേക്കും ഇടറോഡിലേക്കും കടപുഴകി വീണു. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുത ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഗ്രേഡ് ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുഴൂർ തിരുത്ത ഹെൽത്ത് സബ് സെന്ററിന്റെ കിണറും മോട്ടോറും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവും പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യറും സന്ദർശിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾസൺ കൊടിയൻ, സെലിൻ ജെയിംസ്, BK വിബീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് ഫൌസി, സോംജിത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. അവധി മൂലം വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന പഠനസമയം ക്രമീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടവല്ലൂർ പാടത്ത് തോട്ടിലേക്ക് മറിഞ്ഞ കാർ അഗ്നിരക്ഷാസേന പുറത്തെടുത്തു. തിങ്കളാഴ്ച വൈകിട്ടാണ് കുന്നംകുളത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം തോട്ടിലേക്ക് മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്ക് ഉണ്ടായിരുന്നതിനാൽ വാഹനം പാലത്തിനടിയിൽ അകപ്പെട്ട നിലയിലായിരുന്നു. കാർ രാത്രി തന്നെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശക്തമായ മഴയും വെള്ളത്തിന്റെ ഒഴുക്കും വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ വലിയ ക്രെയിൻ എത്തിച്ച് കാർ പുറത്തെടുത്തു. ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ,
കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാർ പുറത്തെടുത്തത്. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. കനത്ത മഴയിൽ ജനങ്ങളെ രക്ഷിക്കാൻ എപ്പോഴും സജ്ജരായിരിക്കേണ്ട ഗുരുവായൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ദുരിതക്കയത്തിൽ. മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറുകയും കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലുമാണ് അഗ്നിശമന സേന ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതേസമയം ആധുനിക സൗകര്യങ്ങളോടെ പുതിയ ഓഫീസ് കെട്ടിടം 6 മാസം മുമ്പ് തന്നെ പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ അവിടേക്ക് മാറാനാകാതെ പഴയ കെട്ടിടത്തിൽ തന്നെ തുടരേണ്ടി വരികയാണ്. ഗുരുവായൂർ തെക്കേനടയിൽ ദേവസ്വം ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സിന് സമീപമാണ് ഗുരുവായൂർ ദേവസ്വം 2 നിലകളുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം അഗ്നിരക്ഷാ സേനയ്ക്ക് കൈമാറാനാണ് ഉദ്ദേശിച്ചത്. എന്നാൽ കെട്ടിടത്തിന് പ്രതിമാസം 1.80 ലക്ഷം രൂപ വാടക ദേവസ്വം ആവശ്യപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇത്രയും വലിയ തുക വാടകയായി നൽകാൻ കഴിയില്ലെന്നാണ് അഗ്നിശമന രക്ഷാസേനയുടെ നിലപാട്. വാടക കുറച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സേന ആസ്ഥാനത്തു നിന്ന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കൗസ്തുഭം റെസ്റ്റ് ഹൌസ് ഉദ്ഘാടന ചടങ്ങിൽ ദേവസ്വം മന്ത്രി, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ചെയർമാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ NK അക്ബർ MLA ഈ വിഷയം പരസ്യമായി ഉന്നയിച്ചിരുന്നു. ഗുരുവായൂർ അഗ്നിശമന സേന വർഷങ്ങളായി ദേവസ്വത്തിന്റെ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മഞ്ജുലാൽ പരിസരത്തുള്ള പഴയ കെട്ടിടത്തിലായിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ആ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ 5 വർഷം മുൻപ് വടക്കേനടയിലെ കൈരളി ജംഗ്ഷനിലുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റി. എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥ അതിലും ദയനീയമാണ്. മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഓഫീസിലേക്ക് കയറിയ വെള്ളം ഉദ്യോഗസ്ഥർ പമ്പ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. കെട്ടിടത്തിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കുന്നതിനാലും ചോർച്ചയുള്ളതിനാലും ചുമരുകൾ കുതിർന്നിരിക്കുകയാണ്. കെട്ടിടം സൗജന്യമായി ലഭിച്ചതിനാൽ ആവശ്യമായ സൗകര്യങ്ങൾ ആവശ്യപ്പെടാനും അഗ്നിരക്ഷാ സേനയ്ക്ക് പ്രയാസമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും സ്ഥാപനത്തിന്റെ പേരെഴുത്തും ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ആവശ്യമായ ഭരണാനുമതികളും ഔപചാരിക നടപടികളും പൂർത്തിയാക്കി ഉദ്ഘാടനം നടന്നാൽ മാത്രമേ അഗ്നിരക്ഷാസേനയ്ക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാകൂ. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന സേനയെ ആദ്യം ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. TCV ഗുരുവായൂർ. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. രാവിലെ 7 മുതലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചത്. കിഴക്കേ നടയിലെ ഭഗവതി അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ മണിക്കൂറിലും 300 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ആദ്യ മാസത്തേക്കുള്ളത് ഇതിനകം തന്നെ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. അടുത്ത മാസത്തേക്കുള്ള ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഓൺലൈനിൽ ബുക്ക് ചെയ്തെത്തുന്ന ഭക്തർക്കായി പ്രത്യേക വരി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബുക്കിംഗ് രശീതിയും ആധാർ കാർഡും സഹിതം ദർശന സമയത്തിന് കുറഞ്ഞത് അരമണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണം. കിഴക്കേ നടയിലെ നിലവിലെ വരിയുടെ വടക്കേ അറ്റത്താണ് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള പ്രത്യേക പ്രവേശന വരി ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചവരെ ഓരോ മണിക്കൂറിലും വൈകിട്ട് 4 മുതൽ 5 വരെ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ലഭ്യമാകും. ഭക്തരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ദർശനം കൂടുതൽ ക്രമബദ്ധമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ സംവിധാനം നടപ്പിലാക്കിയത്. TCV ന്യൂസ്, ഗുരുവായൂർ.
പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന കവർച്ച 13.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച അക്ബറും കുടുംബവും പുറത്തുപോയി രാത്രി തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും, ആധാർ കാർഡ്, RC ബുക്ക് എന്നിവ ഉൾപ്പെടെ കൊണ്ടുപോയി. അലമാരകളിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. പിറകുവശത്തെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എറിയാട് പഞ്ചായത്തിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുവാൻ തീരുമാനം. ജനപ്രതിനിധികൾ കൊടുങ്ങല്ലൂർ തഹസിൽദാർ KP രമേശനുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. രാസമാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയവർക്കും മാലിന്യം എത്തിച്ചവർക്കുമെതിരെ കേസെടുക്കാൻ ജില്ലാ ഭരണകൂടം പോലീസിന് നിർദ്ദേശം നൽകും. രാസമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെലവിൽ നടത്താൻ നടപടികളുണ്ടാക്കാനും ശ്രമിക്കും. ചർച്ചയിലെ തീരുമാനങ്ങൾ 2 ദിവസത്തിനകം നടപ്പിലാക്കിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരം ആരംഭിക്കുമെന്ന് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാബി ഉമർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CK ഹാരിസ്, റെനീഡ്, പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. സാങ്കേതിക മികവിന്റെ പുതുചരിത്രമെഴുതി CCTV. കേരള വിഷന് കീഴിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളുടെ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിംഗ് സംവിധാനമൊരുക്കിയ ആദ്യ സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന അഭിമാന നേട്ടമാണ് CCTV കൈവരിച്ചത്. കുന്നംകുളം KMA ഹാളിൽ നടന്ന ചടങ്ങിൽ MPLS നെറ്റ്വർക്ക് പ്രഖ്യാപനവും ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം 1,00,000 പിന്നിട്ടതിന്റെ ആഘോഷവും തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. CCTV മാനേജിംഗ് ഡയറക്ടർ KD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. MPLS പ്രഖ്യാപനം KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് നിർവഹിച്ചു. കേവലം ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണെങ്കിലും ഉപഭോക്താക്കളോടുള്ള ചുമതലകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഡിസ്ട്രിബ്യൂഷന് ഏറ്റെടുക്കാവുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് CCTV MPLS പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് അനിൽ മംഗലത്ത് വ്യക്തമാക്കി. തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു. 1,00,000 ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് നിർവഹിച്ചു. കേരള വിഷൻ ക്വാളിറ്റി അഷുറൻസ് മേധാവി VA രാജേഷ് MPLS വിശദീകരണം നടത്തി. KCCN ചെയർമാൻ PP സുരേഷ് കുമാർ, ടേണിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ KV രാജൻ, KDDL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സിജി ജോസ്, KCDL കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ അനിൽ K നായർ, റെയിൽടെൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അജിത് കുമാർ K, ഫോൺ BDMM S സജിത്, BSNL ഭാരത് ഫൈബർ ബിസിനസ് മാനേജർ ടോണി, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV ചെയർമാൻ KR അനന്തരാമൻ, CCTV ഡയറക്ടർ NV അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാർ, സബ് ഡിസ്ട്രിബ്യൂഷൻ പ്രതിനിധികൾ, വിവിധ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പ്രതിനിധികൾ, CCTV ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാങ്കേതിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന CCTV ജീവനക്കാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് TCV റിപ്പോർട്ടർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ബ്യൂറോ റിപ്പോർട്ടർ കാട്ടൂർ സ്വദേശി ചിറമൽ രാഗേഷിനാണ് പരിക്കേറ്റത്. കാട്ടൂർ പൊന്നനം പൂമരച്ചോടിന് സമീപമാണ് അപകടം. രാഗേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുന്നിലേക്ക് തെരുവുനായ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ രാഗേഷിനെ കരാഞ്ചിറ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഗേഷിന്റെ തോളലിന് പൊട്ടൽ സംഭവിച്ചു. പുത്തൻപീടിക മന്നപ്പിത്തം സെന്ററിൽ തെരുവ് നായ്ക്കളുടെ കൂട്ടവിളയാട്ടം. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മുൻപിൽ കുരച്ചു ചാടിയും മറ്റ് വാഹനങ്ങൾക്കിടയിലൂടെ പാഞ്ഞും തെരുവ് നായ്ക്കൾ ഭീതി സൃഷ്ടിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മന്നപ്പിത്തം സെന്ററിന് സമീപം അന്തിക്കാട് സ്വദേശിയായ ഇരുചക്ര വാഹന യാത്രക്കാരനെ തെരുവ് നായ്ക്കൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. തെരുവ് നായ്ക്കളുടെ വിളയാട്ടം അവസാനിപ്പിച്ച് ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കാൻ അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനത്തിനിരയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി അറിയിച്ചു. താഴെ വീണ പേനയുടെ മൂടിയെടുക്കാൻ ഡസ്കിന് മുകളിലൂടെ ശ്രമിച്ചതാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചതും വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുവാനും മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുവാനും ഇടയാക്കിയത്. എന്നാൽ താൻ കാഴ്ചശക്തിയില്ലാത്തവനാണെന്നും കുട്ടി ഡെസ്കിൽ കയറിയിരുന്നതാണ് അടിക്കുവാൻ കാരണമെന്നും പറഞ്ഞ് അധ്യാപകൻ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്തതിനെ തുടർന്നാണ് കുട്ടിക്കും കുടുംബത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിലൂടെ മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്നത്. അക്രമത്തിനിരയായ കുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് PKS വള്ളത്തോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MR രതിമോഹൻ, ഏരിയ കമ്മിറ്റി അംഗം PK യശോദമണി എന്നിവർ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് അധ്യാപകൻ സ്വയം സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ആളുകളും അതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുള്ളത്. കുട്ടിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് PKS എന്ന നിലയ്ക്ക് ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ അതിനകത്ത് എന്തും എഴുതിയിടാമെന്നുള്ള ഒരു ധാരണയിലേക്ക് ഒരു പൊതുസമൂഹത്തിനകത്ത് നവമാധ്യമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോകരുത്. കുട്ടിയുടെ മാനസികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ദോഷം ചെയ്യും എന്നാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് സൂചിപ്പിച്ചു പോകാനുള്ളത്. ചാവക്കാട് മണത്തലയിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ സ്ത്രീകളടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി തയ്യൂർ മായം മരയ്ക്കാർ വീട്ടിൽ ജസ്ന, തമ്പുരാൻപടി നമ്പിയത്ത് വീട്ടിൽ ദീപ്തി, എരുമപ്പെട്ടി കരക്കെട്ടി വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മണത്തല മുല്ലത്തറുത്തിലെ തച്ചപ്പുള്ളി ഗോൾഡ് ലോൺ സ്ഥാപനത്തിലാണ് സംഭവം. 8 ഗ്രാം 150 മില്ലി തൂക്കമുള്ള വള പണയം വെച്ച് 80,000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ജീവനക്കാരന് സംശയം തോന്നിയതോടെ സ്ഥാപന ഉടമ മനോജ് തച്ചപ്പുള്ളി ആഭരണം പരിശോധിച്ചപ്പോഴാണ് ഇത് മുക്കുപണ്ടമാണെന്ന് വ്യക്തമായത്. തുടർന്ന് മൂവരെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷം ചാവക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. അളഗപ്പ നഗറിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എരിപ്പോട് ആമ്പിലി കളരിക്കൽ തങ്കപ്പന്റെ മകൻ 25 വയസ്സുള്ള അനന്തുകൃഷ്ണനാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പാണ് ഇയാൾക്ക് പനി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആമ്പല്ലൂരിൽ കാർ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കാണ് അനന്തകൃഷ്ണൻ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ മുരിങ്ങൂർ തെക്കുമുറി കട്ടപ്പുറത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ വയോധികൻ പിടിയിൽ. മലയാങ്കുടി വീട്ടിൽ ശങ്കരൻകുട്ടിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 2.5 ലിറ്റർ മദ്യവും 500 രൂപയും പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, ജെയ്സൺ ജോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ ലത്തീഫ്, ഷെയ്ഖ് അഹദ് തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിനെ തകർക്കുന്ന UDF BJP കൂട്ടുകെട്ടിനെതിരെ CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. ഡാണാവിലുള്ള ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻവശത്ത് സംഘടിപ്പിച്ച സമരം മുൻമന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം
RL ശ്രീലാൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട്, അഡ്വക്കേറ്റ് KR വിജയ, മുകുന്ദപുരം താലൂക്ക് സർക്കാർ സഹകരണ യൂണിയൻ മുൻ പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അധികൃതരുടെ അനാസ്ഥ മൂലം മതിയായ ചികിത്സ നൽകാനാവാതെ തിരുവില്ലാമല കുത്താമ്പുള്ളിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യുതി ഇല്ലെങ്കിൽ പകരം സംവിധാനമില്ലാത്തതിനാൽ OP പ്രവർത്തനം അവതാളത്തിലാവുന്ന സ്ഥിതിയാണ്. ലാബിന്റെ പ്രവർത്തനവും നിലയ്ക്കും. ദിവസം 100 കണക്കിന് ആളുകളാണ് സേവനം തേടി ഇവിടെ എത്തുന്നത്. വൈദ്യുതി ഇല്ലാത്ത ദിവസങ്ങളിൽ പൂർണ്ണമായും പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. തൃപ്രയാർ മേൽത്രിക്കോവിൽ ബസ് സ്റ്റാൻഡ് റോഡ് നാലമ്പല ദർശനത്തിന് വരുന്ന വലിയ വാഹനങ്ങൾ നിരന്തരം മൂടിയതിനെ തുടർന്ന് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായതായി പരാതി. തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്ന നാലമ്പല തീർത്ഥാടകർക്ക് റോഡിനോട് ചേർന്നുള്ള ദേവസ്വത്തിന്റെ തന്നെ സ്റ്റോക്ക് പുരപ്പറമ്പിലാണ് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. നാലമ്പല ദർശനത്തിനെത്തുന്ന വലിയ വാഹനങ്ങൾ ഇതുവഴി ദേവസ്വം പാർക്കിംഗിലേക്ക് തിരിച്ചുവിടുന്നതിനാൽ റോഡ് തകർന്ന് കുഴികൾ നിറഞ്ഞ് ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ചെളി നിറഞ്ഞ് കിടക്കുകയാണെന്ന് സമീപവാസി KR മധു പറഞ്ഞു. ഈ റോഡ് ഇതുവരെ ജനങ്ങൾക്ക് സുഗമമായി നടക്കാവുന്ന അവസ്ഥയിലായിരുന്നു. നാലമ്പല ദർശനത്തെ തുടർന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ഇതിലെയാണ് പാർക്കിങ്ങിന് പോകുന്നത്. അതുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ചെളി കുത്തി നിൽക്കുന്നത്. പകുതി ഭാഗം അവിടെ ദേവസ്വം പറമ്പാണ്. ദേവസ്വം ആണ് ഈ റോഡ് ടാറിങ്ങിന് തടസ്സം നിൽക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് പഞ്ചായത്തും ദേവസ്വം ബോർഡും ചേർന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഗ്രാമവികസനം അട്ടിമറിച്ച UDF സർക്കാർ നയത്തിനെതിരെയായിരുന്നു പ്രതിഷേധ മാർച്ച്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. LDF പാവറട്ടി പഞ്ചായത്ത് ചെയർമാൻ NV ഷോയ് അധ്യക്ഷനായി. LDF കൺവീനർ VG സുബ്രഹ്മണ്യൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാംസൺ ചിരിയങ്കണ്ടത്ത്, ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രസിഡന്റ് VK ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മണലിത്തറയിൽ കിണറിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു. മലാക്ക കനാൽ പരിസരത്ത് താമസിക്കുന്ന തേർമടം ദേവസിയുടെ വീടിനോട് ചേർന്ന കിണറിന്റെ ചുറ്റുമതിലാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞ് വീണത്. ഗുരുവായൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നഷ്ടം സംഭവിച്ച ഗുരുവായൂരിലെ വ്യാപാരികൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു. വർഷങ്ങളായി ആവർത്തിക്കുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ മന്ത്രിമാർക്കും MLAമാരായ NK അക്ബർ, C രവീന്ദ്രനാഥ് എന്നിവർക്കും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് എന്നിവർ നിവേദനം നൽകി. തിരുവില്ലാമല ചൂലന്നൂർ ഫോറസ്റ്റ് പരിധിയിൽപ്പെടുന്ന വൻമരങ്ങളും റോഡരികിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ മരങ്ങളും ബസ് സർവീസിന് വെല്ലുവിളിയാകുന്നതായി പരാതി. പലയിടത്തും റോഡിലേക്ക് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരച്ചില്ലകൾ കാരണം ബസ് മുന്നോട്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബസ് ജീവനക്കാരും യാത്രക്കാരും പറയുന്നു. 100 കണക്കിന് ആളുകളാണ് ദിവസവും ഈ ബസ്സിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത്. വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തരമായി ഇടപെട്ട് ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റി യാത്ര സുഗമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശരീരം തളർന്ന് കിടപ്പിലായ ഭർത്താവിനെയും വീണ് കിടപ്പിലായ മകനെയും ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ രോഗിയായ വീട്ടമ്മ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. പഴമ്പാലക്കോട് തൊട്ടിയമ്പള്ള കാഞ്ഞിരക്കാട് മാധവൻ ഭാര്യ സുശീലയാണ് ചികിത്സാ സഹായം തേടുന്നത്. തിരുവിലാമലയിലെ കടയിൽ ജീവനക്കാരനായിരുന്ന മകൻ സനീഷിന് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാണ് ഗുരുതരമായി പരിക്കേറ്റത്. കൂടാതെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റ സുശീലയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയില്ല. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൂവരുടെയും ചികിത്സ. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായം കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സയും കുടുംബ ചിലവുകളും തുടർന്നു പോയിരുന്നത്. ഇനി അങ്ങോട്ടുള്ള സുമൻസുകളുടെ സഹായം തേടുകയാണ് വീട്ടമ്മ. ഉദാരമതികൾക്ക് തിരുവില്ലാമലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 4446677923 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ചാവക്കാട് ലോക്കൽ സെക്രട്ടറി A ശിവദാസ് അധ്യക്ഷത വഹിച്ചു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി PN രാജേഷ്, ഖാദർ ചക്കര തുടങ്ങിയവർ സംസാരിച്ചു. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. തൃശൂർ NSS കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു സജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിഫി മനോജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രജീന സലീം, ജില്ലാ സെക്രട്ടറി ഇന്ദു സന്തോഷ്, ജില്ലാ ട്രഷറർ ഷൈജ ജോർജ്, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ, സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ലെനിൻ, സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരവാഹികളായി ജില്ലാ സെക്രട്ടറി ഇന്ദു സന്തോഷ്, പ്രസിഡന്റ് ബിഫി മനോജ്, ട്രഷററായി ഷൈജ ജോർജ്, ജോയിന്റ് സെക്രട്ടറിമാരായി KT ബീന, ജാസ്മിൻ, വൈസ് പ്രസിഡന്റുമാരായി പ്രിയ ബാബു, ഗീത ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. തൃക്കൂർ കാവല്ലൂർ വീട്ടിക്കുന്നിൽ നാട്ടുകാർക്ക് ഭീഷണിയായിരുന്ന മഹാളി കടന്നൽ കൂടുകൾ നശിപ്പിച്ചു. കഴിഞ്ഞ 30-ന് മഹാളിയുടെ കുത്തേറ്റ് പുല്ലുത്തി രാഘവന്റെ ഭാര്യ തെക്കേപ്പുരകൽ കാർത്തിയാനി മരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ പഞ്ചായത്ത് അംഗം സജിത രാജീവിന്റെ നേതൃത്വത്തിൽ മഹാളി കൂടുകൾ നശിപ്പിക്കുവാൻ തീരുമാനിച്ചത്. 2 പറമ്പുകളിലായി 2 കൂടുകളാണ് ഉണ്ടായിരുന്നത്. ടീം എമർജൻസി കേരള അംഗങ്ങളായ ആമ്പല്ലൂർ സ്വദേശി ദിനേശ്, കള്ളായി സ്വദേശി ലിജോമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കടന്നൽ കൂടുകൾ നശിപ്പിച്ചത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,200 രൂപ, പവന് 1,05,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനം. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് 63 പേർ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പുത്തൂർ തോണിപ്പാറയിലെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കടവല്ലൂർ പാടത്ത് തോട്ടിലേക്ക് മറിഞ്ഞ കാർ അഗ്നിരക്ഷാസേന പുറത്തെടുത്തു. ക്രെയിനിന്റെ സഹായത്തോടെയാണ് കാർ പുറത്തെടുത്തത്. ഗുരുവായൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ദുരിതക്കയത്തിൽ. അഗ്നിരക്ഷാസേന കെട്ടിടം പ്രവർത്തിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ. ആധുനിക സൗകര്യങ്ങളോടെ പുതിയ ഓഫീസ് കെട്ടിടം ഒരുക്കിയിട്ടും സാങ്കേതിക കാരണങ്ങളാൽ മാറാനായില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശനം പ്രാബല്യത്തിൽ വന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് വെർച്വൽ ക്യൂ ദർശന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന കവർച്ച. 13.5 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. മോഷ്ടാക്കൾ അകത്ത് കയറിയത് ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത്. എറിയാട് പഞ്ചായത്തിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. നിലം നികത്തിയവർക്കും മാലിന്യം എത്തിച്ചവർക്കുമെതിരെ കേസെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.